അല്ലേ? Okay ആണ് സർ. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്. ഒരു CA സ്റ്റുഡന്റിനെ സംബന്ധിച്ച് വളരെ അക്കൗണ്ട്സ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു പേപ്പറാണ് നമ്മളുടെ കോർപ്പറേറ്റ് ലോസ് അല്ലെങ്കിൽ നിയമവശങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇന്ന് നമ്മളൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ഫാക്കൽറ്റി CA ഷാനുൽ ഉസ്മാൻ സർ ആണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് വൺ ഓഫ് ദ ലീഡിംഗ് പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആൻഡ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് ലോ ഫാക്കൽറ്റി ഇൻ കേരള. നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്താൽ സാറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ സാറാണ് ഇന്ന് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ബിസി സ്കെഡ്യൂളിൽ നിൽക്കുന്ന ഒരു സാറാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ വൺസ് അഗെയിൻ സർ, യു ആർ വെൽക്കം ടു അവർ IIT. അപ്പോ നമുക്ക് അധികം ടൈം അറിയാതെ നമുക്ക് അതിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ. അപ്പൊ സാർ ഇന്ന് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒന്ന് CA ഫൗണ്ടേഷൻ എക്സാം റിസൾട്ട്സ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതേപോലെ ഇന്റർമീഡിയറ്റ് ഡയറക്റ്റ് എൻട്രി റൂട്ട് വഴി ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ സിലബസ് എന്താണ്, അതിന്റെ പുതിയ മാർക്കിംഗ് സ്കീമുകളാണ്, അപ്പൊ അതിനെക്കുറിച്ചും സാറിന്റെ ഒരു എക്സ്പീരിയൻസും അതിനോടൊപ്പം ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനും അത് ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സർ. Sure. Thank you, ma'am. Okay, thank you, sir. One last check, audio, video, screen, okay, set അല്ലേ? I hope you can see me, hear me. ഓക്കെ ആണ് സർ. Perfect. Okay. എൻ്റെ പേര് ഷാനുൽ ഉസ്മാൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഓൾമോസ്റ്റ് 12 years ആയിട്ട് ടീച്ചിങ് ഫീൽഡിലുണ്ട്. CA ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ എല്ലാത്തിനും ലോ പേപ്പറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ റിഗാർഡിംഗ് ലോ പേപ്പർ ഇപ്പോ ഈ May 24 തൊട്ട് ഇപ്പൊ ന്യൂ സിലബസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ November 24 എക്സാംസ് എഴുതുമ്പോൾ യു ആർ ദി സെക്കൻഡ് ബാച്ച്, ന്യൂ സിലബസ് എഴുതാൻ പോണ സെക്കൻഡ് ബാച്ച്. ലോ പേപ്പർ നമ്മളെ CA കോഴ്സിൽ തന്നെ വൺ ഓഫ് ദി കോർ പേപ്പേഴ്സ് ആണ്. വൺ ഓഫ് ദി കോർ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ചാർട്ടേഡ് അക്കൗണ്ടിന് നോർമലി CA കോഴ്സിൽ ആവശ്യമുള്ള മെയിൻ പേപ്പേഴ്സ് ഇനിയിപ്പോ നിങ്ങൾ ഇൻഡസ്ട്രി, എംപ്ലോയ്മെന്റ് ആവട്ടെ, പ്രാക്ടീസ് ആവട്ടെ, വാട്ട് എവർ, നമുക്ക് മെയിൻലി ആവശ്യം വരുന്ന പേപ്പേഴ്സിൽ പെട്ട ഒന്ന് അക്കൗണ്ട്സ്, ലോ, ഓഡിറ്റ്, ടാക്സ്, FM പോസ്റ്റിംഗ്. ഏറെക്കുറെ നമ്മൾ CA ഇന്ററിൽ ഇപ്പൊ ന്യൂ സിലബസിലുള്ള CA ഇന്ററിലുള്ള പേപ്പേഴ്സ് എല്ലാം നമ്മൾ കോർ പേപ്പേഴ്സിൽ പെട്ടതാണ്. അപ്പോൾ ഇതിൽ തന്നെ ലോയും അക്കൗണ്ട്സും നമ്മൾ CAയുടെ 3 സ്റ്റേജിലുണ്ട്. ഫൗണ്ടേഷനിലുണ്ട്, ഇന്റർമീഡിയറ്റിലുണ്ട്, ഫൈനലിലുണ്ട്, ലോയും അക്കൗണ്ട്സും. പിന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന 2 പേപ്പേഴ്സ്, മാത്സ്, എക്കണോമിക്സ്. ഏറെക്കുറെ ആസ് സച്ച് നമുക്ക് ബാക്കിയുള്ള സ്റ്റേജസിൽ അത് വരുന്നില്ല. മേ ബി കോസ്റ്റിംഗ് ഇങ്ങനത്തെ പേപ്പേഴ്സിലൊക്കെ കുറച്ചൊക്കെ ഒരു മാത്സിന്റെ നോളജ് ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആവാം എന്നുള്ള രീതിയിൽ ടൈപ്പ് അല്ലാതെ ഡയറക്ട്ലി മാത്സിന്റെ ആപ്ലിക്കേഷൻ ഇങ്ങനത്തെ പേപ്പേഴ്സ് ഒന്നും നമുക്ക് ഇതിൽ വരുന്നില്ല. റിഗാർഡിംഗ് ലോ, നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ച ടോപ്പിക്സ്, നിങ്ങൾ കോൺട്രാക്ട് ആക്ട് പഠിച്ചിരുന്നു, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. പിന്നെ നമുക്ക് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ടായിരുന്നു, പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ടായിരുന്നു, LLP ഉണ്ടായിരുന്നു, കമ്പനീസ് ആക്ട്. ഇതില് ഇന്റർമീഡിയറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മെയിൻലി ലോ നമ്മൾ ഡിവൈഡ് ചെയ്യുക 2 പോർഷൻസ് ആയിട്ടാണ്. നമുക്ക് കോർപ്പറേറ്റ് ലോ ഉണ്ട്, പിന്നെ നമുക്ക് അതർ ലോസ് ഉണ്ട്. അപ്പൊ നമ്മളെ ഫൗണ്ടേഷനിൽ ഇങ്ങോട്ട് വരുന്ന സെയിം ടോപ്പിക്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മളെ കമ്പനീസ് ആക്ട് 2013 നമുക്ക് CA ഇന്റർമീഡിയറ്റിൽ വീണ്ടും പഠിക്കാനുണ്ട്. ആൻഡ് ഇപ്പൊ ന്യൂ സിലബസിൽ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് LLP. ഈ 2 ടോപ്പിക്സ് ആണ് നമുക്ക് ഫൗണ്ടേഷൻ ആസ് സച്ച് അതിന്റെ ഒരു അഡ്വാൻസ് ലെവൽ നോളജ് നമുക്ക് ഇന്റർമീഡിയറ്റിൽ എന്താ പഠിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ ഈ 2 ടോപ്പിക്സ് ആണ് വന്നത്. ടോട്ടൽ ഓൾ ടുഗെദർ നമുക്ക് CA ഇന്ററിൽ എന്തൊക്കെയുണ്ട് ലോയില് പഠിക്കാൻ? ലൈക്ക് ഐ സെഡ്, കോർപ്പറേറ്റ് ലോയില് നമുക്ക് കമ്പനീസ് ആക്ട് 2013 പഠിക്കാനുണ്ട്. കോർപ്പറേറ്റ് ലോന്റെ അണ്ടറിൽ തന്നെയാണ് LLP എന്നുള്ള ടോപ്പിക്കും ICAയുടെ സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ളത്. LLP നമ്മളൊരു ബോഡി കോർപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതർ ലോസിൽ നമുക്ക് മെയിൻലി FEMA പഠിക്കാനുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. പിന്നെ നമുക്ക് ജനറൽ ക്ലോസസ് ആക്ട് പഠിക്കാനുണ്ട്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഓൾ ടുഗദർ നമുക്ക് CA ഇന്റർ ലോന് പഠിക്കാനുള്ളത്. കമ്പനീസ് ആക്ട്, LLP,
ഫെമ, ജനറൽ ക്ലോസ്, ഇന്റർപ്രിട്ടേഷൻ. 5 ടോപ്പിക്സ് ടോട്ടൽ. അതിൽ കോർപ്പറേറ്റ് ലോന്റെ വെയിറ്റേജ് വരുന്നത് 70 മാർക്സ് ആണ്. അതർ ലോന്റെ വെയിറ്റേജ് വരുന്നത് 30 മാർക്സ് ആണ്. പിന്നെ ICA തന്നെ ഓരോ ചാപ്റ്ററിന്റെ ഓരോ ടോപ്പിക്കിന്റെ സബ്ജക്ട് വൈസ് വെയിറ്റേജ് എങ്ങനെയാണെന്നുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ICAന്റെ സൈറ്റിൽ തന്നെ. ഇതിപ്പോ ഞാനിപ്പോ അത് ICAന്റെ സൈറ്റിൽ നിന്ന് ടെക്സ്റ്റ് എടുത്ത സ്ക്രീൻഷോട്ട്. ഇപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ സംഭവം. കമ്പനി ലോ 70 മാർക്സ്, അതർ ലോ 30 മാർക്സ്. കമ്പനി ലോയിൽ നമുക്ക് കമ്പനീസ് ആക്ട് പഠിക്കാനുണ്ട്, LLB പഠിക്കാനുണ്ട്. അതർ ലോയിൽ ജനറൽ ക്ലോസ്, ഇന്റർപ്രിട്ടേഷൻ, ഫെമ. ഇനി ഇതിന്റെ തന്നെ നമുക്ക് ചാപ്റ്റർ വൈസ് വെയിറ്റേജ്, ഇതും ICAന്റെ സൈറ്റിൽ നമുക്ക് സബ്ജക്ട് വൈസ് വെയിറ്റേജ് എന്നുള്ള ഒരു ഡോക്യുമെന്റ് അവൈലബിൾ ആണ്. അതിൽ അവർ ഒരു ക്ലാസ് ഇന്റർവ്യൂ പോലെ തന്നിട്ടുള്ളത്. കറക്റ്റ് ഫെമയിൽ ഇത്ര മാർക്സിന് ക്വസ്റ്റ്യൻ വരും എന്നല്ല അവർ പറയുന്നത്. ഫ്രം ദിസ് റേഞ്ച് ടു ദിസ് റേഞ്ച് എന്നുള്ളത്. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ ടോട്ടൽ, ഇപ്പോൾ കമ്പനീസ് ആക്ട് നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ചിരുന്നു. ഫൗണ്ടേഷനിൽ എന്തൊക്കെയാണ് പഠിച്ചത്? കുറെ ബേസിക് ആയിട്ടുള്ള തിയറി ടോപ്പിക്സ് പഠിച്ചിരുന്നു. നമുക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അവിടെ കുറെ സോളമൻ വേഴ്സസ് സോളമൻ, പിന്നെ ഒരു കോർപ്പറേറ്റ് വെയിൽ, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, അതിന്റെ അണ്ടറിൽ കുറെ കേസ് ലോസ്, MOA എന്താ, AOA എന്താ, ഡോക്യുമെന്റ്സ്, കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് കമ്പനി കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. ആ സംഭവങ്ങളൊക്കെ ആസ് സച്ച് അതേപോലെ തന്നെ നമുക്ക് CA ഇന്ററിൽ പഠിക്കാനുണ്ട്. കമ്പനീസ് ആക്ടിൽ ടോട്ടൽ 470 സെക്ഷൻസ് ഉണ്ട് ആൻഡ് ടോട്ടൽ 29 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ഫുള്ള് പറഞ്ഞത് ബെയർ ആക്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. ആൻഡ് ബെയർ ആക്ടിന്റെ അതേ പാറ്റേണിലാണ് ICAയുടെ ടെക്സ്റ്റും അവർ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇതില് CA ഇന്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ 10 ചാപ്റ്റേഴ്സ്, ചാപ്റ്റർ നമ്പർ 1 തൊട്ട് ചാപ്റ്റർ നമ്പർ 10 വരെ, അതായത് സെക്ഷൻ നമ്പർ 1 തൊട്ട് സെക്ഷൻ 148 വരെ നമുക്ക് പഠിക്കാനുണ്ട് ഇൻ എ സീരീസ്, ഒരു സീക്വൻസിൽ. പിന്നെ ഈ 10 ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അവരൊരു 11th ചാപ്റ്റർ അവരിപ്പോ ആഡ് ചെയ്തത് കമ്പനീസ് ആക്ടിൽ, അതായത് CA ഫൈനൽ ഉണ്ടായിരുന്ന ടോപ്പിക് ഇപ്പൊ CA ഇന്ററിലേക്ക് ന്യൂ സിലബസ് ആഡ് ചെയ്തത് ഒരു കമ്പനീസ് ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ചാപ്റ്റർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് കമ്പനീസ് ആക്ടിൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് എവറിത്തിങ് റിഗാർഡിംഗ് കമ്പനീസ് ആക്ട്. നൗ ഇതിൽ തന്നെ ഈ ചാപ്റ്റർ 1 തൊട്ട് ചാപ്റ്റർ 4 വരെയുള്ള വെയിറ്റേജ് ആണ് ഇപ്പൊ 20 to 30% എന്ന് പറഞ്ഞു. 20 to 30% ഇതൊക്കെ ഏതിന്റെ ആണ്? 70 മാർക്സിന്റെ 20 to 30%, വിച്ച് കംസ് ടു അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 14 മാർക്സ് തൊട്ട് 21 മാർക്സ് വരെ ഇത്രയും ചാപ്റ്റേഴ്സ് വരും. ഇങ്ങനെ ഓരോ ഇത്ര ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്തിട്ട് എത്ര മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് ICA തന്നെ അവരുടെ സൈറ്റിൽ സബ്ജക്ട് വൈസ് വെയിറ്റേജ് എന്നുള്ള ഡോക്യുമെന്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് പഠിക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ട് അക്കോർഡിംഗ്ലി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. LLPയുടെ വെയിറ്റേജ്, LLP 15 to 20% ആണ്. 15 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 70യുടെ 15, അപ്രോക്സിമേറ്റ്ലി 10.5 to 14 മാർക്സിന്റെ വെയിറ്റേജ് LLPയിൽ വരും. സാറേ, നമ്മൾ ഫൗണ്ടേഷനിൽ LLP 5 മാർക്കിന്റെ ടോപ്പിക് അത് കണ്ടപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തതേന്ന്, കഴിച്ചിലായി എന്ന് വിചാരിച്ചപ്പോൾ അവിടെ വന്നപ്പോൾ ഇന്റർവ്യൂ ഇപ്പൊ വീണ്ടും ഉണ്ടല്ലോ അതേ സാധനം. ഇപ്പൊ ഇതൊക്കെ എങ്ങനെ പഠിക്കുക? നമ്മള് വട്ട് എവർ യുവർ ബേസിസ്, നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ചില്ല, ലക്കിന് പാസ്സായി, അല്ലെങ്കിൽ നിങ്ങൾ ഡാറ്റ എൻട്രി വന്നതാണ്, ഡിഗ്രിക്ക് അവർ പഠിപ്പിച്ചിരുന്നു, ഞാൻ പഠിച്ചില്ല, വാട്ട് എവർ. CA ഇന്ററിൽ നമ്മൾ ഫുള്ള് എല്ലാം ബേസ് ലെവൽ വെച്ചിട്ട് ആദ്യം പഠിപ്പിക്കും നമ്മൾ ക്ലാസിന്റെ ഒരു അപ്രോച്ച്. ബിക്കോസ് CA ഇന്റർ ഇസ് ദ ലാസ്റ്റ് സ്റ്റേജ്. നിങ്ങൾക്ക് എല്ലാം ബേസിക് ലെവലിൽ, ഈവൻ അക്കൗണ്ട്സ് ആവട്ടെ, വാട്ട് എവർ പേപ്പർ, നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയില്ല എന്നൊന്നും ഫാക്കൽറ്റി നോക്കാൻ നിൽക്കില്ല, എല്ലാം ബേസ് ലെവലിൽ പഠിപ്പിക്കും. CA ഫൈനൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫാക്കൽറ്റി പിന്നെ പരിപാടിക്ക് നിൽക്കില്ല. CA ഫൈനൽ എല്ലാവരും തിരക്കായിരിക്കും, സ്റ്റുഡൻസും തിരക്കായിരിക്കും. നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പിന്റെ വർക്ക് ലോഡ് കാര്യങ്ങൾ, അതിന്റെ ഇടയിൽ ക്ലാസ് പോയിട്ട് കുറെ കോമഡി അടിച്ചിരിക്കാനും ഫാക്കൽറ്റി അവരൊന്നും അവൈലബിൾ ആവില്ല. അവർ ഫുള്ള് ടോപ്പിക്കാണ് പറഞ്ഞുതരും, പോവും, ബേസ് അറിയില്ല എന്നൊന്നും അവർ നോക്കൂല. സോ CA ഇന്റർ ലെവൽ ഇസ് ദ ലാസ്റ്റ് സ്റ്റേജ് വേർ ഓൾമോസ്റ്റ് എല്ലാ ഫാക്കൽറ്റിയും ബേസ് ലെവലിൽ നിന്നെല്ലാം പഠിപ്പിക്കും. അപ്പൊ ഞാനും എടുക്കാൻ പോകുന്ന അപ്രോച്ച് അത് തന്നെയാണ്. ലോന്റെ കേസിൽ വാട്ട് എവർ ബാക്ക്ഗ്രൗണ്ട് യു കമ്മിങ് ഫ്രം, ഡിഗ്രി ആവട്ടെ, ഫൗണ്ടേഷൻ ആവട്ടെ, ഇതറിയില്ല, വാട്ട് എവർ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കമ്പനിയിലോ ആവട്ടെ, LLP ആവട്ടെ, വാട്ട് എവർ ടോപ്പിക് എല്ലാം നമ്മൾ പഠിപ്പിക്കാൻ പോകണം. LLP ആസ് സച്ച് ഫൗണ്ടേഷനിലുള്ള അതേ ടോപ്പിക്സ് ഫുള്ള് ഇവിടെ സെയിം സാധനം ഇവിടെ ഉണ്ട്. ആകെ 1-2 ടോപ്പിക് എക്സ്ട്രാ ആഡ് ചെയ്ത്. സാറെ ഫൗണ്ടേഷൻ ഉള്ളത് എന്നല്ല LLP, പിന്നെ എന്തിനാ പോലെ ഇന്റർവ്യൂ വീണ്ടും കൂടുന്നത്? അറിയില്ല. മേ ബി ICAക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക് ആണെന്നുള്ളത്. ഇപ്പോ ന്യൂ സിലബസ് ഫൗണ്ടേഷനിലും LLP ഇപ്പോഴും ഉണ്ട്, ന്യൂ സിലബസ് ഇന്ററിലും LLP ഉണ്ട്. മാർക്സ് കുറച്ച് കൂടുതലാണ് ഇവിടെ. ദാറ്റ് ഇസ് റിഗാർഡിംഗ് കമ്പനീസ് ആക്ട് ആൻഡ് LLP. ഇനി നമ്മൾ അതർ ലോയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു മെയിൻ ആക്ട് നമുക്കുള്ളത് ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. ഇത് പണ്ട്, അതായത് ഈ പഴയ സ്കീമിൽ ഫൈനലിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കാണ്. അതിപ്പോ ഇന്ററിലേക്ക് കൊടുത്തു. ഇന്ററിലേക്ക് എൻറ്റയർ ഫെമ കൊടുത്തിട്ടില്ല. ഫെമയുടെ ഇൻട്രോ, കുറച്ച് ബേസിക്സ്, ഫെമയിൽ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡെഫിനിഷൻസും, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക് മാത്രം, കുറച്ച് ബേസിക് ലെവൽ ഇൻഫർമേഷൻ മാത്രം ഫെമയിലേക്ക് ഇന്ററിലേക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇപ്പോഴും CA ഫൈനലിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ജനറൽ ക്ലോസ്, ഇന്റർപ്രിട്ടേഷൻ.
ഇപ്പോ ഓവറോൾ ഒരു ലോ പേപ്പറിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ് സച്ച് നല്ല അടിപൊളി ടോപ്പിക്സ് ആണ് ഇപ്പൊ അവര് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ന്യൂ സിലബസിൽ. അതായത് ഇപ്പോ സാധാരണ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോ ഒരാൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരു ക്ലയന്റ് വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് എന്തൊക്കെ രീതിയിൽ ബിസിനസ് നടത്താൻ പറ്റും നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, LLP ഉണ്ട്, കമ്പനി ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് പോപ്പുലർ ആയിട്ടുള്ള ടൈപ്സ് ആണ്. അതിലൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യണ ലോ കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. പാർട്ട്ണർഷിപ്പിന് ലോ ഉണ്ട്, വിച്ച് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നുള്ളത് കമ്പനി LLP ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ട്. വീണ്ടും ICA CA ഇന്റർ ലെവലിൽ വീണ്ടും അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കുറെ പ്രൊസീജിയറൽ ആസ്പെക്ടും കാര്യങ്ങളും റൂൾസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് CA ഇന്ററിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട്. സോ LLP ആവട്ടെ കമ്പനി ആവട്ടെ ഇത് രണ്ടും നിങ്ങൾ CA ആയി കഴിഞ്ഞിട്ട് ക്ലയൻസിന് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, CA ഇന്റർ പാസ് ആയി കഴിഞ്ഞിട്ട് ഈവൻ ആർട്ടിക്കിൾഷിപ്പിന് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരുപാട് നോളേജ്. സോ മോർ ദാൻ നമ്മളെ ഫൗണ്ടേഷനിലെ കുറെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇവന് ഇവിടെ കല്യാണം കഴിക്കാന്നുള്ള വാക്ക് കൊടുത്ത് എന്നിട്ട് ബ്രേക്ക് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡാമേജാ കിട്ടുക, നിങ്ങൾക്ക് വെൻഡിക്റ്റീവ് ഓർ എക്സംപ്ലറി ഡാമേജ് കിട്ടും, അങ്ങനെ കുറെ ഷിപ്പ് വരാന്ന് പറഞ്ഞ് മുങ്ങിപ്പോയി, കണ്ടിജന്റ് കോൺട്രാക്ട്, അങ്ങനത്തെ മോർ ദാൻ സ്റ്റോറീസ്, അങ്ങനത്തെ ഏരിയാസിനേക്കാൾ കൂടുതൽ ഒന്നുകൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള, കാരണം നമുക്കറിയാം നമ്മൾ ഫൗണ്ടേഷൻ പഠിച്ച ആക്ടുകൾ കുറച്ച് പഴയ ആക്ട് ആയിരുന്നു, 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ആൻഡ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ആക്ട്. നമ്മൾ ബാക്കിയുള്ള ഏത് ആക്ട് നോക്കുകയാണെങ്കിൽ, ഇൻകം ടാക്സ് ആക്ട് നോക്കുകയാണെങ്കിൽ, കമ്പനീസ് ആക്ട് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലുള്ള പെനാൽറ്റി എന്താ, പ്രിസൺ എന്താ, എല്ലാം പറയണം. കോൺട്രാക്ട് ആക്ട് വാസ് ലൈക്ക് വെരി ജനറൽ ആക്ട്. Aയും Bയും തമ്മിൽ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് സാർ, റിട്ടേൺ ആയിട്ട് ചെയ്യണോ ഓറലായിട്ട് ചെയ്യണോ, ആക്ട് പറയാം, നിങ്ങൾ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ റിട്ടേൺ ആയിട്ട് ചെയ്യാം, ഓറലായിട്ടും ചെയ്യാം, കണ്ടക്ലൂഡും ചെയ്യാം, പോസി കോൺട്രാക്ട്, അങ്ങനെ ഫുള്ള് ഓക്കെ. കാലാവധി എത്ര എഴുതണം, എത്ര വേണമെങ്കിലും എഴുതാം. അതായത് പാർട്ടീസ് തന്നെയായിരുന്നു ലോ മേക്കേഴ്സ്. നിങ്ങൾക്ക് ആകെ കുറച്ച് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു കോൺട്രാക്ട് ആക്ട്. കമ്പനീസ് ആക്ട് ഇങ്ങനെയൊന്നുമല്ല, പക്ക സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യണം എന്ന റൂൾസ് പ്രൊസീജിയേഴ്സ് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോണ ആക്ട് ആണ്. അപ്പൊ ഈവൻ നമ്മളിപ്പോ ഇതിന്റെ ചാപ്റ്ററിന്റെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ടോപ്പിക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്, വിച്ച് നമുക്ക് ഫൗണ്ടേഷനിൽ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അവിടെ ഇവിടെ കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. സബ്സ്ക്രൈബേഴ്സ് കൺവിക്റ്റഡ് ആയിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കണം, MOA കൊടുക്കണം, AOA കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയർ നമുക്കിവിടെ പഠിക്കാനുണ്ട്. സോ സ്റ്റാർട്ടിംഗ് നിങ്ങളുടെ അടുത്തൊരു ക്ലയന്റ് വന്നിട്ട് അവർക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ചാപ്റ്റർ 2 ഡീറ്റെയിൽ ആയിട്ട് കമ്പനി എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഫുൾ റൂൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യണം. അപ്പൊ ഫണ്ട് എങ്ങനെ റേസ് ചെയ്യും, പബ്ലിക്കേഷൻ നടത്താൻ വേണ്ടി പ്രോസ്പെക്ടസിന്റെ ഡോക്യുമെന്റ് ഉണ്ടാക്കുക, ഷെയർസിന്റെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഫുള്ള് ചാപ്റ്റർ നമ്പർ 3 പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ പബ്ലിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഷെയർസിലൂടെ ഫണ്ട് റേസ് ചെയ്യാം, ഡിബഞ്ചേഴ്സിലൂടെ ഫണ്ട് റേസ് ചെയ്യാം, ഇങ്ങനെ പല ടൈപ്പ് സെക്യൂരിറ്റീസ് എന്താണെന്നുള്ള പറയുന്ന ടോപ്പിക് ചാപ്റ്റർ നമ്പർ 4 പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ അതർ മെത്തേഡ്സ് ഓഫ് ഫണ്ട് റേസിംഗ്, ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ചാപ്റ്റർ നമ്പർ 5 പറയാം. ചാർജസ്, ഒരു കമ്പനി അവരെ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ലോൺ എടുക്കുമ്പോൾ ഇങ്ങനെ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ROC-നെ അറിയിക്കണം എന്നുള്ള ടോപ്പിക്, ചാർജസിന്റെ രജിസ്ട്രേഷൻ, അതിന് നമ്മൾ ചാർജ് എന്ന് പറയും. ഇങ്ങനെ നിങ്ങൾ അസറ്റിൽ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക് കാര്യങ്ങൾ ഫുള്ള് ചാപ്റ്റർ നമ്പർ 6 പറയുന്നുണ്ട്. പിന്നെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനുള്ള ചാപ്റ്ററിൽ കുറെ നമ്മൾ എങ്ങനെയൊക്കെ മീറ്റിംഗ് വിളിക്കുക, മീറ്റിംഗിൽ നമ്മൾ റെസൊല്യൂഷൻസ് എങ്ങനെ പാസ് ചെയ്യും, മീറ്റിംഗിൽ മിനിമം എത്ര ആൾക്കാർ വേണം, ചെയർമാൻ ആരാവും, അങ്ങനെ കുറെ സംഭവങ്ങളും കുറച്ച് എല്ലാ വർഷവും നമ്മൾ ഫയൽ ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ്, ആനുവൽ റിട്ടേൺ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ അവിടെ പഠിക്കും. ഡിവിഡന്റ് ഡിക്ലറേഷൻ, ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട അക്കൗണ്ട്സ് ആർക്കൊക്കെ ഏതൊക്കെ അതോറിറ്റീസ് നമ്മൾ അയച്ചു കൊടുക്കണം, ഏത് ഫോർമാറ്റ് അയച്ചു കൊടുക്കണം, ഇത്രയും കാര്യങ്ങൾ അവിടെ. ഓഡിറ്റേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്, അവരുടെ റെമ്യൂണറേഷൻ, അവരുടെ പീരിയഡ് എത്ര, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ചാപ്റ്റർ നമ്പർ 10. ബട്ട് ഐ എം ട്രൈങ് ടു സേ ഭയങ്കര ജനറൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആക്ട് പോലെ ഒരു സംഭവമല്ല നമുക്ക് ഇന്റർവ്യൂ പഠിക്കാനുള്ളത്. ഫുൾ സ്റ്റെപ്സ്, പ്രൊസീജിയേഴ്സ്, കാര്യങ്ങൾ അത് പ്രാക്ടിക്കൽ നോളജ്. നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞ് ആർട്ടിക്കിൾസിന് പോകുമ്പോഴേക്കും ഏറെക്കുറെ നിങ്ങൾ പോകുന്ന ഓഫീസിൽ എങ്ങനെയൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ള ഏറെക്കുറെ ബേസിക് നോളജ് ഫുള്ള് കിട്ടുന്ന ടൈപ്പ് ഒരു സിലബസ് ആണ് നമുക്ക് CA ഇന്റർവ്യൂ. ഇപ്പൊ സാർ നിങ്ങൾ പറഞ്ഞു തരുന്നത് നമുക്ക് ടോപ്പിക് നല്ല ബോറിംഗ് ആയിരിക്കും, തലേണ പുതപ്പൊക്കെ എടുത്ത് ക്ലാസ് റൂമിൽ വരാന്നുള്ളതായിരിക്കും നിങ്ങൾ പറയണത്. നമ്മളെ ക്ലാസിന്റെ അപ്രോച്ച്, ഞാൻ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ററാക്ഷൻ സെഷൻസ് ആയിട്ടാണ് ക്ലാസ് നമ്മൾ മുന്നോട്ട് പോവുക. കുറെ കേസ് സ്റ്റഡി ഇടും, കുറെ പിക്ചേഴ്സ് വെച്ചിട്ട്, ചാർട്ട്സ് വെച്ചിട്ട്. അതായത് ഫസ്റ്റ് ഫോക്കസ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുക നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിന്റെ കോൺസെപ്റ്റ് എന്താ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോ മേക്കേഴ്സ് എന്താണ് പറയുന്നത്, അവരെന്തുകൊണ്ടാണ് അത് പറഞ്ഞത്. ഈ 2 ഏരിയ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് എയിം നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴുള്ള അപ്രോച്ച്. കാരണം ലോ മേക്കേഴ്സ് എന്താ പറഞ്ഞത് എന്ന് നമുക്ക് വേണമെങ്കിൽ ബൈഹാർട്ട് പഠിക്കാൻ പറ്റും, ടെക്സ്റ്റ് ഒന്നും കിട്ടുമത്. അവരെന്തുകൊണ്ടാണത് പറഞ്ഞത് എന്ന് അറിഞ്ഞാൽ മാത്രമേ
ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ബൈഹാർട്ട് പഠിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾ എന്തെങ്കിലും ടോപ്പിക് ബൈഹാർട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ ഇഫ് യു ലക്കി ഇനഫ് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകുമ്പോഴും എക്സാം ഹാളിൽ അത് ഓർമ്മ ഉണ്ടാവും. ആൻഡ് ഇഫ് യു ലക്കി ഇനഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതേപോലെ എഴുതി കൊടുക്കാനും പറ്റും. അത് ചിലപ്പോൾ ആ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ മറന്നു പോവുകയും ചെയ്യും. നേരെ മറിച്ച് ലോ മേക്കേഴ്സ് എന്താണ് പറഞ്ഞത് പ്ലസ് അവർ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നുള്ള റീസണും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഐസിഐ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും കേസ് സ്റ്റഡി സിനാരിയോട് ചോദിച്ചു കഴിഞ്ഞാലും യു നോ ദി റീസൺ. ഓക്കെ, ലോ മേക്കേഴ്സ് എന്തുകൊണ്ടത് പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് അതിന്റെ ആൻസർ ക്രാക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഈ ഇന്റർ ലെവലിൽ നമുക്ക് വാട്ട് ഇസ് ദിസ് വാട്ട് ഇസ് ദാറ്റ് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരിക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരില്ല എന്നല്ല പറഞ്ഞത്, വരാറുണ്ട്. അതിന്റെ കൂടെ തന്നെ കൂടുതൽ കേസ് സ്റ്റഡി സിനാരിയോസ് ആണ് നിങ്ങൾക്ക് തരാറ്. നിങ്ങളൊരു കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, കമ്പനിയിലെ ഡയറക്ടറും ഒരു ബാങ്കിലെ മാനേജറും തമ്മിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഇങ്ങനെ ഡിസ്പ്യൂട്ട് വന്നു. ഡയറക്ടർ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം എന്നാണ്, ബാങ്ക് മാനേജർ പറഞ്ഞത് അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ സംഭവിക്കുക? ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിങ്ങളോട് അഡ്വൈസ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതാനുള്ള സ്റ്റെപ്സ് അങ്ങനത്തെ കേസിൽ നമ്മൾ പ്രൊവിഷൻ, ആദ്യം നയം എന്താ പറയുന്നത് എന്നുള്ള പ്രൊവിഷന്റെ പാരഗ്രാഫ് നമ്മൾ എഴുതി കൊടുക്കും. പിന്നെ നമ്മൾ ഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന അതേ ഡാറ്റ നമ്മൾ ഡിറ്റോ കോപ്പി പേസ്റ്റ് കൊണ്ട് പഠിക്കാം ഫാക്ട്. പിന്നെ നമ്മൾ അനാലിസിസ് എന്നുള്ള ഒരു പാരഗ്രാഫ് വേർബൈ നമ്മൾ ഈ തന്ന പ്രൊവിഷൻ, അതായത് നിയമം ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റയും തമ്മിൽ, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താ എന്നുള്ളത് നമ്മൾ അനാലിസിസ് പാർട്ടിൽ നമ്മൾ എഴുതും. ആൻഡ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ കൊടുക്കും, എന്താ സംഭവിക്കുക എന്നുള്ളത്. ഈ കേസിൽ ആര് പറഞ്ഞാലും ശരി, എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കൺക്ലൂഷൻ കൊടുക്കും. സോ ഇതിൽ നിന്നുള്ള ഈ ഒരു അനാലിസിസ് പാർട്ട് ഉണ്ടല്ലോ, അതായത് ഈ പ്രൊവിഷനും ഫാക്ടും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റണമെങ്കിൽ ലോ മേക്കേഴ്സ് അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ICA തന്നെ ഒരുപാട് ഓപ്പൺ ബുക്ക് എക്സാംസ്, ഇപ്പൊ CA ഫൈനൽ നമുക്ക് ഓപ്പൺ ബുക്ക് എക്സാം ഉണ്ട്. ഓപ്പൺ ബുക്ക് എക്സാം ഇസ് സംതിങ് നമുക്ക് ഫസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ബുക്ക് എക്സാം ഹോൾ കൊണ്ടുപോകുക, ബുക്ക് തുറന്നു വെച്ചിട്ട് പരീക്ഷ എഴുതുന്നത് എന്ത് പൊട്ട പരീക്ഷയാണ് എന്നുള്ളത്. ലോകത്ത് എവിടെയും ഇന്റർനാഷണൽ ലെവലിൽ ഏത് അടിപൊളി യൂണിവേഴ്സിറ്റി ഓപ്പൺ ബുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിനെ പറ്റി റിസർച്ച് നടത്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓപ്പൺ ബുക്ക് എക്സാംസ് ആർ വെരി, ഐ വോണ്ട് സേ ഇറ്റ് ഇസ് ടഫ്, ഒരു ടെക്നിക്കലാണ്. കാരണം അവർ നിങ്ങളോട് ചോദിക്കുക ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇതെന്താ അതെന്താന്നല്ല ചോദിക്കുക, അവർ നിങ്ങൾക്കൊരു കേസ് സിനാരിയോ തരും. ആ കേസ് സിനാരിയോ ക്രാക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2 or 3 സെക്ഷൻസിന്റെ നോളേജ് വേണ്ടി വരും. ആ നോളേജ്, ആ സെക്ഷൻ എന്താ പറയണത് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് റെഫർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഈ നോളേജ് എല്ലാം കമ്പൈൽ ചെയ്തിട്ട് ഈ തന്ന ഈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താ എന്നുള്ളതാണ് അവർ നിങ്ങളുടെ ഓപ്പൺ ബുക്ക് എക്സാമിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഏറെക്കുറെ ട്രെൻഡ്, ICAയുടെ ട്രെൻഡും ഇപ്പോൾ ഓപ്പൺ ബുക്ക് എക്സാമിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നത് റീസെന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ പറയുന്നത്, അവർ പ്രൊപ്പോസ് ചെയ്തിരുന്നത് മാക്സിമം പേപ്പേഴ്സ് ഓപ്പൺ ബുക്ക് ആക്കാൻ നോക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. വാട്ട് എവർ, നമ്മൾ CA ഇന്റർ ലെവലിൽ ഓപ്പൺ ബുക്ക് ആണോ അല്ലേ എന്നുള്ള വിഷയം. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത് കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സെക്കൻഡ് ഏരിയ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ലീഗൽ ലാംഗ്വേജ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി, സംഭവമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതെങ്ങനെ പ്രസന്റ് ചെയ്യണം, ഓർ പ്രസന്റേഷനേക്കാളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത ആള് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചൊരു കീവേഡ്സ്, ലീഗൽ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഡയറക്ട്ലി ടെക്സ്റ്റ് തുറന്നു വെച്ചിട്ട് ഓരോ വേർഡ്സ് വായിച്ചിട്ട് അതിന്റെ മീനിങ് പറഞ്ഞുതരാം, ഇങ്ങനെ എല്ലാ ക്ലാസ് ഉണ്ടാവും. ഞാൻ ആദ്യം നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഫുള്ള് പറഞ്ഞുതരും, ബോർഡിൽ കുറെ കുത്തിയരിച്ച പിക്ചേഴ്സും മാപ്പും ഗ്രാഫും എന്തൊക്കെയാണ് വരച്ചിട്ടൊക്കെ കാണിച്ചുതരും. പിന്നെ നമ്മൾ ആ ഏരിയയിൽ നിന്നുള്ള പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് എന്താ, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്, അത് വെച്ചിട്ട് നമ്മൾ രണ്ടും ക്ലബ് ചെയ്തിട്ട് മെല്ലെ നിങ്ങൾ ലീഗൽ ലാംഗ്വേജ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരും. ഓൾമോസ്റ്റ് നമ്മൾ CA ഇന്ററിന്റെ ലോന്റെ ക്ലാസ് ഒരു 16 to 18 ഡേയ്സ് ഉണ്ടാവും. എൻറ്റയർ ലോ ക്ലാസ്, ഈ 100 മാർക്സിന്റെ ടോപ്പിക് 16 to 18 ഡേയ്സ്. ബൈ ദി എൻഡ് ഓഫ് ദിസ് 18 ഡേയ്സ് എന്റെ എയിം നിങ്ങളെ ലീഗൽ ലാംഗ്വേജിൽ ഐ വിൽ ബി ട്രൈങ് ടു മേക്ക് യു സച്ച് ആൻ എക്സ്പേർട്ട് വെർ ബൈ നമ്മൾ ഇന്ററിലെ ലോ ക്ലാസ് തീരുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് കമ്പനീസ് ആക്ട് അല്ല, FEMA അല്ല, ഈവൻ ഫൈനലിലെ SEBI ആവട്ടെ, സെക്യൂരിറ്റി കോഡ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ വാട്ട് എവർ IBC, ഇൻഷുറൻസ് ബാങ്ക്രപ്സി കോഡ്, വാട്ട് എവർ, ഇന്ത്യയിലുള്ള ഏതൊരു നിയമം വായിച്ചു കഴിഞ്ഞാലും അവരെന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ലിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. ഗ്രാജുവൽ പ്രോസസ് ആണ്. എല്ലാം നമുക്ക് ഇന്നത്തെ ഒരു ഇൻട്രോ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ക്ലാസ് തന്നെ വന്നിട്ട് അതൊന്നും ചെയ്യലുണ്ടാവുക. മെല്ലെ മെല്ലെ നിങ്ങൾ ലീഗൽ ലാംഗ്വേജ് നമ്മൾ ക്വാളിറ്റി നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. സോ ലീഗൽ ലാംഗ്വേജും ഇമ്പോർട്ടന്റ് ആണ് ടു സം എക്സ്റ്റെന്റ്. പൊതുവെ സ്റ്റുഡൻസ് ചോദിക്കാറ്, സാറേ ടെക്സ്റ്റിലുള്ള അതേ പാരഗ്രാഫ് അതേ വേർഡിങ്സ് കോപ്പി പേസ്റ്റ് അടിച്ച് എക്സാം ആൻസർ ഷീറ്റിൽ എഴുതണോ? അതിന്റെ ഒരു ആവശ്യമില്ല. സാറേ ഞാൻ ഇംഗ്ലീഷിൽ വീക്കാണ്, ഞാൻ എന്താ ചെയ്യാം? ICA ഞങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ അല്ല നോക്കുന്നത്. ഇൻഫാക്ട് ഐ ഹോപ്പ് യു ആർ അവെയർ, ICA തന്നെ 2 മീഡിയം ലാംഗ്വേജിൽ CA എക്സാംസ് എഴുതാൻ ഓപ്ഷൻ തരുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിലും എഴുതാം, ഹിന്ദിയിലും എഴുതാം.
ഈവൻ ലോ പേപ്പർ വരെ ഹിന്ദിയിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഐ നോട്ട് സേയിങ് നമുക്ക് ഹിന്ദി മോഡൽ അപ്ലൈ ചെയ്യാനല്ല, ബട്ട് ഐ ട്രൈങ് ടു സേ അങ്ങനെ ഒരു ഓപ്ഷൻ ICAI കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ICAIയുടെ ഇന്റൻഷൻ നിങ്ങൾ ഇംഗ്ലീഷിൽ എത്ര സ്ട്രോങ് ആണ്, ഇംഗ്ലീഷ് ഗ്രാമർ എത്ര സ്ട്രോങ് ആണ്, ഇതൊന്നും നോക്കാനല്ല. അവർ നോക്കുന്നത് നിങ്ങളുടെ പ്രൊവിഷണൽ നോളേജ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷ് മീഡിയം ആണ് നമ്മൾ ഏറെക്കുറെ സൗത്തിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഓപ്റ്റ് ചെയ്യാൻ എഴുതാൻ. അതിലും നമ്മൾ ഫുള്ള് ബൈഹാർട്ട് പഠിച്ച് അതേപോലെ എഴുതണം എന്റെ ഒരു ആവശ്യമില്ല. കീ വേർഡ്സ് എന്തൊക്കെ എന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്ത് തരും. ആ വേർഡ്സ് എന്തായാലും നിങ്ങൾ ആൻസർ ഷീറ്റിൽ വരണം. ആ വേർഡ്സ് പിന്നെ കമ്പൈൻ ചെയ്യാനുള്ള സെന്റൻസ് വാട്ടവർ നിങ്ങൾക്ക് നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റും. ദിസ് ഇസ് ദ സെക്കൻഡ് പാർട്ട്, ലീഗൽ ലാംഗ്വേജ്. ലാസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, റിവിഷൻ. കുറെ പഠിച്ച് എക്സാമുകൾ പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി, അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഓപ്പൺ ബുക്ക് എക്സാം അല്ല. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ നിന്ന് അതെടുത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഓരോന്നിനുള്ള സ്റ്റെപ്സ് എന്തായിരുന്നു അല്ലെങ്കിൽ പോയിന്റ്സ് എന്തായിരുന്നു അത് നമുക്ക് റീകോട്ട് ചെയ്യാൻ പറ്റണം. അവിടെ തിയറി സബ്ജക്ട്, ഒരു ലോ പോലത്തെ ഒരു തിയറി സബ്ജക്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മൾ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തോ അതാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത്. പ്ലസ് നമ്മൾ മൈൻഡിൽ എപ്പോഴും വെക്കേണ്ടത് എക്സാമിന്റെ ഇടയിൽ നമുക്ക് ഓരോ എക്സാമിന്റെ ഇടയിൽ നമുക്ക് 1 day ലീവ് ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 1.5 days കൂട്ടാം. ഉച്ചക്കാണ് എക്സാം. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഒരു 5 o'clock എക്സാം കഴിഞ്ഞാൽ ഇന്ന് ഈവനിങ് എന്തായാലും നമ്മൾ പഠിക്കാൻ തീരെ മൂഡ് ഉണ്ടാവില്ല, അത്ര എക്സോസ്റ്റഡ് ആയിരിക്കും. ചിലപ്പോൾ നൈറ്റ് ഫുൾ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നാളെ ഒരു ഫുൾ ഡേ കിട്ടും, മറ്റന്നാളെ രാവിലെ ഒരു ടൈമിംഗ് കിട്ടും. 1.5 days കിട്ടുക. ഈ 1.5 daysലാണ് നമുക്ക് അക്കൗണ്ട്സ് ഫുള്ള് തീർക്കാനുള്ളത്, അല്ലെങ്കിൽ ലോ ഫുള്ള് തീർക്കാനുള്ളത്, വാട്ടെവർ. ഓരോ റെസ്പെക്റ്റീവ് സബ്ജക്ട് നമുക്ക് ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പ് 1.5 ദിവസമാണ്. ഈ 1.5 ദിവസം കൊണ്ട് ഈ എൻറ്റയർ ബോഡി നമ്മൾ എങ്ങനെ തീർക്കും, അത് ഫുള്ള് നമ്മൾ മൈൻഡ് വെച്ചിട്ട് നമ്മൾ day 1 തൊട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ടെക്സ്റ്റ് ഫുള്ള് വാസ്റ്റ് വലിച്ചു വാരി പഠിക്കാൻ നമ്മൾ ചെയ്യുക. എന്റെ ക്ലാസ്സിലുള്ള എൻറ്റയർ അപ്രോച്ച് ഉണ്ടാവുക പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ്. ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഫുള്ള് എന്റെ തലയിൽ സ്റ്റോർഡ് ആണ്. അപ്പോൾ ആ ഒരു ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ തന്നെ ഫുൾ അപ്രോച്ച് ചെയ്യുക. ഓരോ ടോപ്പിക് ഞാൻ ഇമ്പോർട്ടൻ, നമ്മൾ വി ആർ നോട്ട് ഗോയിങ് ടു സ്കിപ്പ് എനി ടോപ്പിക്, ബട്ട് ഓരോ ടോപ്പിക് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ പറയും ഇത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ഇത് അറിഞ്ഞിരിക്കുക. അറിഞ്ഞിരിക്കുക. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് നമുക്ക് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പാസ്റ്റ് എക്സാമില് മാം ആരോ മൈക്കോണ് തോന്നുന്നു. ഓക്കെ, പാസ്റ്റ് എക്സാമിൽ ഈ ഏരിയ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല എന്നുള്ള ആ ഒരു ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ തരും. അക്കോർഡിംഗ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഓരോ ചാപ്റ്റർ നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. പ്ലസ് ഈ ഒരു വെയിറ്റേജിന്റെ ടോപ്പിക് ഞാൻ തന്നല്ലോ, ICAIയുടെ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ഒരു ചാപ്റ്റർ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഫെമ ഇസ് ഓൾ അബൌട്ട്, ഇപ്പൊ നമ്മൾ ഫുള്ള് കമ്പനീസ് ആക്ടിനെ പറ്റി പറഞ്ഞു. LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. ഇന്ററിൽ കുറച്ച് എക്സ്ട്രാ ടോപ്പിക് ആഡ് ആയി. ഫെമ ഇസ് ഓൾ അബൌട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ്. ഇന്ത്യയിൽ നിന്ന് ഫണ്ട് പുറത്തേക്ക് പോവുക, പുറത്തുനിന്നുള്ള ഫണ്ട് ഇന്ത്യക്ക് വരെ, ഒരു ഇന്ത്യക്കാരൻ പുറത്ത് പ്രോപ്പർട്ടി വാങ്ങുക, അല്ലെങ്കിൽ പുറത്തുള്ള ഒരാളുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഫോറിൻ റിസർവ്സിനെ ബാധിക്കുന്ന ട്രാൻസാക്ഷൻസ് ഇത് ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നതാണ് ഫെമ. അപ്പോൾ അതിന്റെ ലൈക്ക് ഐ സെഡ് കുറച്ച് ഇൻട്രോ ടോപ്പിക് മാത്രമേ നമുക്ക് ഇന്റർ ലെവലിൽ പഠിക്കാനുള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എന്താണ്, കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എന്താണ്, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ചെയ്യാൻ പാടില്ല, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് RBIന്റെ അപ്രൂവൽ വേണം, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം, ഇങ്ങനത്തെ കുറച്ച് ബേസിക് ഇൻഫർമേഷൻ. അതായത് അപ്രോക്സിമേറ്റ്ലി ഫെമ ഒരു ഹാഫ് ഡേ ടോപ്പിക്കേ ഉള്ളൂ ആസ് സച്ച് നമുക്ക് CA ഇന്റർ ലെവലിൽ. പിന്നുള്ളത് ജനറൽ ക്ലോസസ് ആക്ട്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്. ഇത് രണ്ടും ഒറ്റ ടോപ്പിക്കാണ്, രണ്ടും കമ്പൈൻഡ്. ആൻഡ് ഇതിൽ ഫുള്ള് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ ആസ് എ നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയമം, ലോ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഒരു നിയമം ഒരാൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് 2 ആൾക്കാർ വായിക്കുമ്പോൾ ഇവർക്ക് 2 പേർക്ക് 2 രീതിയിൽ ഇത് മീനിങ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾ വായിച്ചിട്ട് പറയാണ് ലോ മേക്കേഴ്സ് ഇങ്ങനെ പറയണ, അപ്പൊ അതിന്റെ മീനിങ് ഇതാണ്. ഇയാൾ വായിച്ചിട്ട് പറയാണ് ഇവന്തോ ഇതാണ് എഴുതിയത്, ഒരു ഉദ്ദേശിക്കുന്നത് അതല്ല, ഇതിന്റെ മീനിങ് ഇങ്ങനെ, ഡബിൾ മീനിങ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ആക്ട് വേറൊരു ആക്ടുമായിട്ട് ക്ലാഷ് വരും, അല്ലെങ്കിൽ ഒരു ആക്ടിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. ഇങ്ങനത്തെ കേസിൽ നമ്മൾ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ജഡ്ജസ് എങ്ങനെയാണ് നിയമത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ള കുറച്ച് ബേസിക് നിയമം ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള റൂൾസ്. അപ്പോൾ ഇത് അറിഞ്ഞിട്ടാൽ മാത്രമേ ഇപ്പോൾ ലോയേഴ്സ് ആയാലും ജഡ്ജ് ആയാലും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, നമ്മളിപ്പോൾ ഒരു ക്ലയന്റിന് അഡ്വൈസ് കൊടുക്കുമ്പോൾ നിയമത്തിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഏരിയസ് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്ന് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന കുറച്ച് ബേസിക് ടോപ്പിക് ആണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്. ജനറൽ കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അഗെയിൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടും എൻറ്റയർ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് പഠിക്കാനില്ല, പ്രാക്ടിക്കലി ഉള്ള എല്ലാ സാധനവും പഠിക്കാനില്ല. അതിൽ കുറച്ച് ടോപ്പിക്സ് മാത്രം നമ്മൾ സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഫൈനലിലും പഠിക്കാനില്ല. ഇത് ഫെമ പോലെ ബാക്കി ഫൈനലിൽ പഠിക്കാൻ അങ്ങനത്തെ സാധനമല്ല, സിലബസിൽ കുറച്ച് ഏരിയാസേ ഉള്ളൂ. ദിസ് ഇസ് ഓവറോൾ റിഗാർഡിംഗ് ദ സബ്ജക്ട്. നമ്മൾ ക്ലാസ്സിൽ എടുക്കാൻ പോണ അപ്രോച്ച് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ
അക്കോർഡിംഗ്ലി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായടാ ഇതുവരെ എൻ്റെ സ്ലാങ് അല്ലെങ്കിൽ whatever. മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, സാറ് ഈ ഒരു ടോപ്പിക്കിനെ സബ്ജക്റ്റിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം സാറിന് അറിയായിരിക്കും പലർക്കും പല അപ്രോച്ചാണ് ലോ എന്ന് പറയുന്ന ഒരു പേപ്പറിനോട് അല്ലേ. ചിലർക്ക് ഡ്രൈ ആയിട്ടാണ്, ചിലർക്ക് വളരെ ഈസി ആയിട്ട് കാണുന്നവരുണ്ട്. പക്ഷെ അതിനെല്ലാം കോമ്പൻസേറ്റ് എല്ലാവർക്കും ഒരേപോലെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് സാറിൻ്റെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ആ ഒരു രീതിയാണ് സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതും. അപ്പം അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് ചോദിക്കാം. ഓക്കെ സർ, എനിക്ക് തോന്നുന്നു അധികം കാര്യങ്ങൾ കുട്ടികൾക്ക് ഇല്ല എന്ന് തോന്നുന്നു. ഒരുവിധം കാര്യങ്ങൾ സാർ നല്ല നീറ്റായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോർട്ട് പീരീഡിനിടയിൽ തന്നെ അതിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ സാർ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തിരുന്നു. താങ്ക് യു സർ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഇന്നത്തെ ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. 7th നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത്. അപ്പൊ സാറിന് എന്താണ് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്, എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കുട്ടികളോട്? 7th റിസൾട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ആസ് എ ഫാക്കൽറ്റി ഞാൻ പറഞ്ഞ പോലെ ഞാൻ സ്റ്റുഡൻ്റായി നിൽക്കുന്ന സമയത്തും സി എക്ക് ജോയിൻ ചെയ്യുമ്പോൾ കോഴ്സിനെ പറ്റി എല്ലാ ഇൻഫർമേഷനും കിട്ടിയിട്ടല്ല ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. എന്നോട് ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞ് കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട, ടഫാണ്, മീൻസ് ഒരുപാട് നെഗറ്റിവിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെ ഫാക്ടേഴ്സ് ഡ്രോ ചെയ്ത് അവസാനം ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഐ വാസ് ഏബിൾ ടു ക്ലിയർ എവറിത്തിങ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. CA, CPT, IPCC ബൂത്ത് ഗ്രൂപ്പ്, ഫൈനൽ ബൂത്ത് ഗ്രൂപ്പ് എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. താങ്ക്ഫുള്ളി അൽഹംദുലില്ലാഹ് ക്ലിയർ ചെയ്യാൻ പറ്റി. പക്ഷെ എക്സാംസ് എഴുതിയപ്പോൾ എനിക്ക് എവിടെയും ഹോപ്പില്ലായിരുന്നു കേട്ടോ. ഐ വാസ് ലൈക്ക് പൊട്ടുമെന്ന് ഉറപ്പിച്ചിട്ടായിരുന്നു. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും എന്താ പറയാ, ഇന്റർ ആവട്ടെ ഫൈനൽ ആവട്ടെ, ഞാൻ പൊട്ടുമെന്ന് എഴുതിയിട്ടാണ് എക്സ്പെക്ട് ചെയ്ത് നിന്നിരുന്നത്. റിസൾട്ട് വന്നപ്പോഴാണ് പാസ്സായെന്ന് കാണുന്നത്. ആൻഡ് ഞാൻ ഭയങ്കര ഒരു അടിപൊളി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ വേണ്ടി പഠിച്ചതാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നത്. എഫേർട്ട് ഇട്ടിരുന്നു, പഠിച്ചിരുന്നു. എനിക്ക് ഇങ്ങനെ കുറെ ഓഡിറ്റ് ചെയ്യണം, അങ്ങനത്തെ സംഭവം ഒന്നും എന്റെ ഒരു ബൈ മിസ്റ്റേക്ക് ജോയിൻ ചെയ്ത കോഴ്സ് ആയിരുന്നു. ബട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചതാണ്. പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന റിയലൈസേഷൻ ആണ്, എനിക്ക് പാസ്സാവാൻ പറ്റുമെങ്കിൽ ആർക്കും പാസ്സാവാന്നുള്ളത്. ഈ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പിന്നെ ടീച്ചിങ് ഫീൽഡ് വന്നത്. ടീച്ചിങ് ഫീൽഡ് വന്നിട്ട് ഐ സി പീപ്പിൾ, എന്റെ മുന്നിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും ദേ ലൈക്ക് മീൻസ് ഭൂരിഭാഗം പേര് ജീനിയസ് ആട്ടോ. ബ്രില്യൻ എന്ന് പറഞ്ഞാല് അവര് മീൻസ് ചോദിക്കുന്ന ഡൗട്ട്സ് ഒക്കെ ലൈക്ക് നമ്മളിപ്പോ ഫാക്കൽറ്റിയാണ്, നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ബട്ട് ഞാൻ ആലോചിക്കല്, എടാ ഇവര് ഇങ്ങനത്തെ ഡൗട്ടൊക്കെയാണ് ചോദിക്കണത്, ഞാൻ ആ ടോപ്പിക് കൂടി കണ്ടിട്ടില്ല ഞാൻ പഠിക്കുന്ന സമയത്ത്. അവരത്രയും ഡെപ്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും പല സ്റ്റുഡൻസിന്റെ ഒരു കൺസേൺ എന്ന് വെച്ചാല് അവര് ടെൻഷൻ അടിച്ചിട്ട് എക്സാം കൊളാക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നമ്മളെ വിഷയം ഇപ്പൊ അതൊന്നുമല്ല. നമ്മളിപ്പോ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ്, ഞങ്ങൾ റിസൾട്ട് അവൈറ്റിംഗ് സ്റ്റുഡൻസ് ആണ്. എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്, ഇപ്പൊ CA ഇന്ററിന്റെ റിസൾട്ട് കഴിഞ്ഞ മാസം വന്നിരുന്നു. അപ്പോ ഏകദേശം അത് 3 വീക്സ് കഴിഞ്ഞ 3 വീക്സിനിടയിൽ ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടു, സംസാരിച്ചു, പേഴ്സണലി മീറ്റ് ചെയ്തു. ഇൻഫാക്ട് ഇന്നലെ ഞാൻ ഒരു ഇൻസ്റ്റാ ലൈവ് ഒരു സക്സസ് സ്റ്റോറീസ് ഉള്ള സെഷൻ കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ പാസ്സായ സ്റ്റുഡൻസ് അവരെ എക്സ്പീരിയൻസ് സംസാരിക്കുന്ന ഒരു സെഷന്, അതിന്റെ റെക്കോർഡിംഗ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, CA ചാനൽസ് എന്നുള്ള ചാനലിൽ. അതിൽ 8 അറ്റംപ്റ്റ് എടുത്ത് പാസ്സായ സ്റ്റുഡന്റ് ഉണ്ട് എനിക്ക്. അപ്പോ ഇവരൊക്കെ അവരെ ഓരോ ഡ്രൈവിംഗ് ഫാക്ടർ, 7th അറ്റംപ്റ്റ് ഫെയിൽ ആയപ്പോഴും അവര് 8th അറ്റംപ്റ്റ് അവര് എഴുതാൻ പ്രേരിപ്പിച്ച സംഭവം, അല്ലെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായ സിനാരിയോ, അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് പൊതുവെ പാസ്സായ സ്റ്റുഡൻസ് വരെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ആ സെഷനിൽ സംസാരിക്കാൻ വന്നത്.
ഇതിൽ പല ആൾക്കാരും ഈവൻ ഈ 8 അറ്റംപ്റ്റ് എടുത്ത് പാസ്സായ സ്റ്റുഡന്റ് വരെ പാസ്സായി കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് ആള് ഇത് 8ാമത്തെ അറ്റംപ്റ്റ് ആണ്. അതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടില്ല. ബട്ട് ഹി വാസ് എ സ്റ്റുഡന്റ്, എന്നോട് കോൺസ്റ്റന്റ് കോൺടാക്ട് കീപ്പ് ചെയ്ത ഒരാളായിരുന്നു. വേറെ കുറെ പേര് ഞാൻ ഇന്നലെ ഞാനൊക്കെ ആയിട്ട് പേഴ്സണലി മീറ്റ് ചെയ്തിരുന്നു. അവർ റിസൾട്ട് വന്നിട്ട് എന്നെ അറിയിച്ചിട്ട് പോലും ഇല്ല. ഫെയിൽ ആയ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവരൊക്കെ പറഞ്ഞത് വെച്ചാൽ, സാറേ നമ്മളിപ്പോ നിങ്ങളെ വിളിച്ചിട്ട് ഇപ്പൊ എന്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഫെയിൽ ആയി, പിന്നെ ഇപ്പൊ ഒന്നും പറയാനല്ലോ എന്നൊക്കെ നമ്മൾ കോൺടാക്ട് കീപ്പ് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നൗ പ്രൊഫഷണൽ കോഴ്സിലുള്ള ഫാക്കൽറ്റീസ് ഞാനടക്കം, വി ആർ നോട്ട് നിങ്ങളെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഉണ്ടായിരുന്ന നമ്മള് ആ ടീച്ചേഴ്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിങ്ങളെ കുറെ സിൻസിയർ ആയിട്ട് ഡെപ്തിൽ ഓരോ പ്രൊവിഷൻസ് എഫേർട്ട് ഇട്ട് പഠിപ്പിച്ച് വി ആർ എക്സ്പെക്ടിങ് 90+ ഫ്രം യു, 80+ ഫ്രം യു, 70+ ഫ്രം യു, വട്ടവർ അങ്ങനെ ഒന്നുമല്ല. ആസ് ലോങ് ആസ് നിങ്ങൾ കോഴ്സ് പാസ്സായി, എന്റെ പേപ്പറിൽ മിനിമം 40 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ പാസ്സായി, വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ദ പോയിന്റ് ദാറ്റ് ഐ എം ട്രൈങ് ടു സേ ഇസ്, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ റിസൾട്ട്സ്. ഇഫ് ബൈ എനി ചാൻസ് എന്തെങ്കിലും ബാഡ് ഔട്ട്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഒരു ഫാക്കൽറ്റിനെ ഫേസ് ചെയ്യുക, ഞാൻ ആ ഫാക്കൽറ്റിനോട് എങ്ങനെ ഇത് പറയാ, അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ കീപ് ഇറ്റ് അസൈഡ്. ഏർലി സ്റ്റേജിൽ ഗൈഡൻസ് കിട്ടാൻ നോക്കുക. ആ ഗൈഡൻസ് ആരെടുത്താണോ കിട്ടുന്നത് അവരെടുത്ത്, അത് നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്താവാം, പാരന്റ്സിന്റെ അടുത്താവാം, ഫാക്കൽറ്റിന്റെ അടുത്താവാം. ഏർലി സ്റ്റേജിൽ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതൊരു എന്താ പറയാ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് തരും. പ്ലസ് നമ്മളെ ഫ്യൂച്ചർ പ്ലാൻ എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ കാര്യങ്ങൾക്ക് നമുക്ക് ഒരു പ്രോപ്പർ ക്ലാരിറ്റി കിട്ടും. അത് എത്ര നേരത്തെ നമുക്ക് അറിയുന്നു അത്രയും ബെറ്റർ ആണ്. കാരണം എനിക്ക് അറിയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ചിലപ്പോ കുറെ മുന്നേ 3 കൊല്ലം മുന്നേ പഠിപ്പിച്ചിട്ട് ചിലപ്പോൾ റാൻഡം ആയിട്ട് ഇപ്പൊ ഒരു ക്രാഷ് ബാച്ചിന് പോകുമ്പോണ്ടാവും അവർ അവിടെ ഇരിക്കണം. അപ്പോ ഇത്രയും കാലത്ത് അവരൊരു കോൺടാക്ട് ഇല്ല. അപ്പൊ അവര് പറയാ ഞാൻ 8 അറ്റംപ്റ്റ് ഫെയിൽ ആയിരുന്നു, സാറെ കോൺടാക്ട് ചെയ്യുന്നതാണ്, ചെയ്യാതിരുന്നതാണ്. ലൈക്ക് അവർ വീണ്ടും വീണ്ടും ക്ലാസ് അങ്ങനെ അറ്റൻഡ് ചെയ്യണം. അപ്പോ ലൈക്ക് വാട്ട് ഐം ട്രൈങ് ടു സേ എല്ലാവർക്കും ഒരേ സൊല്യൂഷൻ വർക്ക് ചെയ്യണമെന്നില്ല. വീണ്ടും വീണ്ടും ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും നമുക്ക് വീക്ക് പോയിന്റ് എന്താ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് ജസ്റ്റ് വൺ ഫാക്ടർ ഐ വാണ്ടഡ് ടു സേ. വട്ട് എവർ യുവർ റിസൾട്ട്സ് ആർ, ഇപ്പോ ഐ ഡോണ്ട് തിങ്ക് ഇവിടെ ഈ സെഷനിൽ ഇരിക്കുന്ന ആരും എന്റെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആയിരുന്നു, ഐ ഡോണ്ട് തിങ്ക് സോ. അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ പേഴ്സണലി പരിചയമുള്ള ആരും ഉണ്ടാവാൻ ഇവിടെ ചാൻസ് കുറവാണ്. ഞാൻ കുറച്ച് മുന്നേ IIT ക്ലാസ് എടുത്തിരുന്നു. ഇപ്പോൾ ആഫ്റ്റർ എ ഗ്യാപ്പ് ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ബാച്ചിലേക്ക് വീണ്ടും റീജോയിൻ ചെയ്തതാണ്. അപ്പോ വാട്ട് എവർ, അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെറ്റ് ഇറ്റ് ബി ഫാക്കൽറ്റി, പാരന്റ്സ്, ഫ്രണ്ട്സ്, ഇൻ കേസ് നിങ്ങളെ ഔട്ട്കം നെഗറ്റീവ് ആവുകയാണെങ്കിൽ അത് ഒരു മടിയും പാടില്ല. ദേ ആർ റെഡിലി ദെയർ ടു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഇന്റൻഷനോട് കൂടി തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. ആ ഒരു ഫാക്ടർ ജസ്റ്റ് ഒരു നോട്ട് ചെയ്തിട്ട് ഇവിടെ പറയാനുള്ളായിരുന്നു. എനിവേസ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ റിസൾട്ട്. നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇനി പാസ്സായി കഴിഞ്ഞാലും ലൈക്ക് പൊതുവെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്, സ്റ്റുഡൻസ് പാസ്സായി കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ആംബിഷ്യസ് ആയിരിക്കും. ഇന്റർവ്യൂ റാങ്ക് അടിക്കണം, ബോത്ത് ഗ്രൂപ്പ് അടിക്കണം, ഗൾഫിൽ പോയിട്ട് ഫേം ഇടണം, അങ്ങനെയൊക്കെ. പിന്നെ മെല്ലെ മെല്ലെ ഓവർ ദി പീരിയഡ് നമുക്ക് ഇങ്ങനെ സബ്ജക്റ്റിന്റെ വോളിയം ഒക്കെ കാണുമ്പോൾ നമുക്ക് ബോത്ത് ഗ്രൂപ്പ് വേണ്ട, സിംഗിൾ ഗ്രൂപ്പ് എഴുതാം, അല്ലെങ്കിൽ പേപ്പറിൽ എക്സംഷൻ അടിക്കുക. അങ്ങനെ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമുക്ക് കാലിബർ ഇല്ലായിട്ടല്ല. ഓവർ ദി പീരിയഡ് പല ഫാക്ടേഴ്സും കാരണം നമുക്ക് ഇങ്ങനെ കുറെ നെഗറ്റിവിറ്റി കൊണ്ടും കുറെ ആൾക്കാർ ഫെയിൽ ആവുക, അല്ലെങ്കിൽ അവർ പറഞ്ഞ നെഗറ്റിവിറ്റി അതൊക്കെ കേട്ട് കേട്ട് അവസാനം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന പോലെ ഒരു ഫാക്ടറാണ്. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ടക്ട് ചെയ്ത സെഷനിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് ഗ്രൂപ്പ് അടിച്ച സ്റ്റുഡൻസ് ഉണ്ട്. ഇൻഫാക്ട് എല്ലാ പേപ്പറിലും എക്സംഷൻ അടിച്ച സ്റ്റുഡന്റ് വരെ ഉണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് ഗ്രൂപ്പ് എല്ലാ പേപ്പറിലും എക്സംഷൻ, വിച്ച് മീൻസ് അതായത് 70% മാർക്സ് കിട്ടിയ സ്റ്റുഡന്റ് ഉണ്ട്. 70% മാർക്ക് കിട്ടിയ പാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. ICSE തന്നെ പറഞ്ഞ 70% കിട്ടിയാൽ പാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ അവരൊക്കെ കോമൺലി പറഞ്ഞ ഫാക്ടർ എന്താ വെച്ചാൽ ഏർലി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് ഇന്റർ ലെവലിലേക്ക് വന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡെയിലി ബേസിസിൽ ക്ലാസ്സിൽ എന്താണ് എടുത്തത് വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഫാക്കൽറ്റിനോട് ഡൗട്ട്സ് ചോദിക്കുക. സോ ദാറ്റ് ഈ കോഴ്സ് നമുക്ക് ടഫ് ആണെന്ന് പറയാൻ പറ്റൂല. ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് പഠിക്കാനുണ്ട്, സമയം കുറവാണ്. ഇൻഫാക്ട് നമ്മുടെ ലൈഫിൽ തന്നെ ചിലപ്പോൾ ഇത്രയും വോളിയം നമ്മൾ കുറഞ്ഞ ടൈമിൽ പഠിക്കുക എന്നുള്ളത് ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഫേസ് ചെയ്യുക. അപ്പോൾ അത് കാരണമുള്ള കുറച്ച് മെന്റൽ സ്ട്രെസ്, ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ആണ് ഇവിടെ നമുക്ക് മെയിൻലി ഹാൻഡിൽ ചെയ്യണം. അപ്പൊ നിങ്ങൾ എത്ര നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോ അത്രയും നിങ്ങളെ ഫേവറിലായിരിക്കും കാര്യങ്ങൾ. Yeah, that's it. വേർഡ്സ് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. ഈ ഒരു എക്സാം റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ആണല്ലോ. അതൊരു നല്ലൊരു പോസിറ്റീവ് മൈൻഡാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു സബ്ജക്ട് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് സാർ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സാർ ഇപ്പോൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സാറിന്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണും എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് ഓരോ പോയിന്റും നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നതെന്നുള്ളത്. സോ നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് CA ഇന്റർമീഡിയറ്റിൽ സാറിനൊപ്പം ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സർ വൺസ് അഗെയിൻ ഈ ഒരു ബിസി സ്കെഡ്യൂളിൽ വീണ്ടും നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യാൻ സാധിച്ചതിൽ. സോ
താങ്ക് യു സർ. Thank you, ma'am. താങ്ക് യു. Thank you. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Yeah. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ.